എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും റാങ്ക് ലിസ്റ്റ് നോക്കിയ സമയത്ത്, അതായത് യുവർ റാങ്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച സമയത്ത് വിദ്യാർത്ഥികൾക്ക് സെയിം റാങ്ക് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് സെയിം റാങ്ക് എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നോക്കിയ സമയത്തുള്ള ആ ഒരു സെയിം റാങ്ക് തന്നെയാണ് നിങ്ങളുടെ ഓപ്ഷനുകൾക്ക് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് യുവർ റാങ്ക് എന്നുള്ളതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല, അതെന്തുകൊണ്ടാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, സംസ്കൃതമുണ്ട്, ഉറുദു ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മലയാളവും അതുപോലെ തന്നെ ഹിന്ദിയും ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഉള്ള സ്കൂളിൽ നിങ്ങളിപ്പോൾ ഒരു ബയോളജി സയൻസ് ക്ലാസ് ആണെങ്കിൽ ബയോളജി ക്ലാസ്സിൽ നിന്നും വിദ്യാർത്ഥികൾക്ക്, അതായത് ചില വിദ്യാർത്ഥികൾ ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ മലയാളമായിരിക്കും സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുണ്ടാവുക, ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഹിന്ദി ആയിരിക്കും സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജുകൾ എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ തന്നെ ഈ ഒരു ഹിന്ദിയും അതുപോലെ തന്നെ മലയാളവും സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുമോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ഫീസും PTA ഫണ്ടും PTA ഡൊണേഷനൊക്കെ നിങ്ങൾ അടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച യൂണിഫോം എന്താണ് ചെയ്യുക? അപ്പോൾ യൂണിഫോം വീണ്ടും വാങ്ങിക്കേണ്ടതായിട്ട് വരുമോ? അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ഫീസ് അല്ലെങ്കിൽ PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ നിങ്ങൾ വീണ്ടും അടക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യം പരിശോധിക്കാം. അപ്പോൾ റാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 1, 2, 3 അലോട്ട്മെൻറ്റുകൾക്ക് ഒരു റാങ്ക് ലിസ്റ്റാണ് പരിഗണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകും. അതായത് ഒരു ജില്ലയിലെ തന്നെ, അതായത് ഒരു ജില്ലയിൽ ഒരു സ്കൂളിൽ, അതായത് ഓരോ ജില്ലാ ബേസിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ജില്ലാ ബേസിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജില്ലയിൽ ഒരു സ്കൂളിൽ ഒരു കോഴ്സിലേക്ക് എത്ര വിദ്യാർത്ഥികൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത്രയും വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ആ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പ്രത്യേകിച്ച് ഇപ്പോൾ യുവർ റാങ്ക് എന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നോക്കിയ സെയിം റാങ്ക് തന്നെയായിരിക്കും നിങ്ങൾ വെച്ച ഓപ്ഷനിൽ ഉണ്ടായിരിക്കുക. അത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ആയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നടത്തുന്ന അലോട്ട്മെൻറ്റുകളാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നോക്കുന്ന സമയത്തും സെയിം റാങ്കാണ് നിങ്ങളുടേതായിട്ട് കണ്ടിട്ടുള്ളത്, അതായത് യുവർ റാങ്കായിട്ട് കണ്ടിട്ടുള്ളത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്തും യുവർ റാങ്ക് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു യുവർ റാങ്ക് എന്നുള്ളത് സെയിം തന്നെയാണ്. ഫസ്റ്റിൽ കണ്ട സെയിം ആ ഒരു യുവർ റാങ്ക് തന്നെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്തും ആ ഒരു യുവർ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് ഈ ഒരു മുഖ്യഘട്ടത്തിൽ ഒരു റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റാങ്ക് ആ ഒരു രീതിയിൽ ചേഞ്ച് ആയിട്ട് കാണാത്തത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കിയപ്പോഴുള്ള സെയിം യുവർ റാങ്ക് എന്നുള്ളത് തന്നെയാണ്, ഓരോ ഓപ്ഷൻ നേരെയുള്ളയും നിങ്ങളുടെ റാങ്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ടാണ്. അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ആദ്യം തയ്യാറാക്കി ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വ്യത്യാസമില്ലാത്തത്. ഇനി സപ്ലിമെൻ്ററി ഘട്ടത്തിലാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ വീണ്ടും പുതുതായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. കാരണം സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഈ ഒരു 1, 2, 3 അലോട്ട്മെൻറ്റുകൾ, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെയുള്ള വിവിധ കോട്ടകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. അതിനുശേഷം മാത്രം ആണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷയിൽ തെറ്റ് വന്നിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ആണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വീണ്ടും അവസരം കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഒക്കെ ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ട് സപ്ലിമെൻ്ററി ഘട്ടത്തിലാണ് വീണ്ടും പുതിയൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ റാങ്കിൽ വ്യത്യാസമില്ലാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ ആകെ ഒരു റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കപ്പെടുന്നത്. അതായത് ഈ ഒരു മെറിറ്റ് കോട്ടയിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാത്തത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഇനി അടുത്ത പ്രധാനപ്പെട്ട സംശയമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജിൻ്റേത് എന്തുകൊണ്ടാണ്. അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ തന്നെ നിരവധി സെക്കൻഡ് ലാംഗ്വേജ്, അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പോൾ മലയാളവും അതുപോലെ തന്നെ
ഹിന്ദിയും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഹിന്ദിയും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 ക്ലാസ്സുകളായിരിക്കുമോ, ഒന്ന് മലയാളത്തിനും അതുപോലെ തന്നെ രണ്ടാമത്തേത് ഈ ഒരു ഹിന്ദിക്കും വേണ്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസ് റൂമാണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു രജിസ്ട്രിയിൽ നിന്നും കൃത്യമായിട്ട് എത്ര വിദ്യാർത്ഥികൾ സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഇന്ന കോഴ്സിൽ എത്ര വിദ്യാർത്ഥികളാണ് ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജസ് ആണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നോക്കുക. അപ്പോൾ ഓരോ സ്കൂളിലെയും എത്ര ബാച്ചാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60 വിദ്യാർത്ഥികൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ ഒരു സ്കൂളിൽ ഇപ്പോൾ 60 വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഒരു ബാച്ച് മാത്രമേ കമ്പ്യൂട്ടർ സയൻസിനുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ 2 ബാച്ച് ഉണ്ടെങ്കിൽ ആ ഒരു ഹിന്ദിയും അതുപോലെ മലയാളം 2 ബാച്ചായിട്ട് എടുക്കാം. എന്നാൽ ഒരു സ്കൂളിൽ ആകെ ഒരു ബാച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു ബാച്ചിൽ 60 സീറ്റാണുള്ളത്. അപ്പോൾ 60 സീറ്റിൽ കമ്പ്യൂട്ടർ സയൻസിൽ 30 വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുത്തിട്ടുള്ളത് മലയാളമാണ്. എന്നാൽ 30 വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് 30 വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാച്ചുകൾ ഉണ്ടാകും. അതായത് ഈ കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ കൊമേഴ്സ് ബാച്ച് ഉണ്ടാകും, അതുപോലെ ഹ്യൂമാനിറ്റീസ് ഉണ്ടാകും, അതുപോലെ തന്നെ ബയോളജി സയൻസ് ഉണ്ടാകും. ഇങ്ങനെ വിവിധ ബാച്ചുകളിൽ ഈ ഒരു രീതിയിൽ തന്നെ എത്ര വിദ്യാർത്ഥികൾ ഹിന്ദി എടുത്തിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ മലയാളം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ രജിസ്ട്രി നോക്കിയിട്ട് മനസ്സിലാക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ബയോളജി സയൻസിൽ അതായത് ബയോളജി സയൻസ് എടുത്തിട്ടുള്ള ആ ഒരു ബാച്ചിലെ വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ തന്നെ 30 വിദ്യാർത്ഥികൾ ഈ ഒരു മലയാളം 30 വിദ്യാർത്ഥികൾ ഹിന്ദിയുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ 2 ആ ഒരു ക്ലാസ്സുകൾക്കും അതായത് ഈ ഒരു 2 ക്ലാസ്സുകൾക്കും സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന പീരീഡ് ഒരേ ടൈമിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം 30 വിദ്യാർത്ഥികൾ ഈ ഒരു മലയാളത്തിൻ്റെ അതായത് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് വരുന്ന സമയത്ത് അതായത് 2 ക്ലാസ്സിലും ഒരേ സമയമായിരിക്കും സെക്കൻഡ് ലാംഗ്വേജസിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു രീതിയിലായിട്ട് പീരീഡ് സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പീരീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കുള്ള സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് എപ്പോഴാണുള്ളത് അപ്പോൾ ആ ഒരു പീരീഡിൽ ഈ ഒരു ബയോളജി സയൻസിലെ 30 വിദ്യാർത്ഥികൾ അതായത് ആ ഒരു രീതിയിൽ തീരുമാനിക്കും ഏത് ക്ലാസ്സിലാണ് ഈ ഒരു ഹിന്ദി ക്ലാസ് നടത്തേണ്ടത്, ഏത് ക്ലാസ്സിലാണ് ഈ ഒരു മലയാളത്തിൻ്റെ ആ ഒരു ക്ലാസ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബയോളജി സയൻസിൻ്റെ ക്ലാസ്സിലാണ് മലയാളം നടത്തുന്നത്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ അതിൽ ഹിന്ദിയാണ് നടത്തുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അതായത് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ആ ഒരു പീരീഡിൽ ഈ ഒരു 30 വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സയൻസിലെ ഇപ്പോൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു 30 വിദ്യാർത്ഥികൾ ബയോളജി സയൻസിലെ മലയാളം ക്ലാസ്സിലേക്ക് പോകും. അതുപോലെ തന്നെ ബയോളജി സയൻസിലെ 30 വിദ്യാർത്ഥികൾ ഈ ഒരു ഹിന്ദി ക്ലാസ് നടത്തുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആ ഒരു ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ ഈ ഒരു രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് പോകും. അതായത് 2 ക്ലാസ്സിൻ്റെയും പീരീഡിൽ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പീരീഡ് ഒരേ സമയത്തായിരിക്കും എല്ലാ ആഴ്ചയിലും, അതായത് എല്ലാ ദിവസങ്ങളിലും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പീരീഡ് സെയിം ടൈമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് നടത്തുക എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം സ്കൂളിൽ നിന്നും അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പാളും ടൈം ടേബിൾ തയ്യാറാക്കുന്ന സമയത്ത് തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ 2 ബാച്ചുള്ള സ്കൂളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സാധാരണത്തിൽ ഈ ഒരു ഹ്യൂമാനിറ്റീസ് അതുപോലെ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ 2 ബാച്ചുകൾ സാധാരണ അധിക സ്കൂളുകളിലും ഉണ്ടാവും. അപ്പോൾ ചില സ്കൂളിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് തന്നെ 2 ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ബാച്ചിൽ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ടുണ്ട്, അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ചൂസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് എന്നിവ അനുസരിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പീരീഡ് അധ്യാപകർ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് ട്രാൻസ്ഫറിൻ്റെ കാര്യം. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അടച്ചിട്ടുള്ള ഫീസും അതുപോലെ തന്നെ യൂണിഫോം വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു പൈസയും നഷ്ടപ്പെടുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ എ എന്ന സ്കൂളിലാണ് അഡ്മിഷൻ നേടി. 3rd അലോട്ട്മെൻറ്റ് ശേഷം ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ എ എന്ന സ്കൂളിലാണ് നേടിയത്. അപ്പോൾ എനിക്ക് എ എന്ന സ്കൂളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എ എന്ന സ്കൂളിൽ തന്നെ എനിക്ക് ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെ ബയോളജി സയൻസിൽ വെക്കുന്നു. അതുപോലെ എനിക്ക് ബയോളജി സയൻസ് ആണ് ആഗ്രഹം, അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി സയൻസിലേക്ക് വെക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെച്ച സമയത്ത് അതായത് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് ഞാൻ ഓപ്ഷൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂണിഫോം ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം എനിക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബയോളജി സയൻസിലേക്ക് അതായത് ആദ്യം കിട്ടിയ ഹ്യൂമാനിറ്റീസിലെ സീറ്റ് പോകും, പിന്നീട് ബയോളജി സയൻസിലേക്ക് എനിക്കുള്ള അഡ്മിഷൻ മാറും. അപ്പോൾ ഇങ്ങനെ മാറിയ
സമയത്ത് ഞാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ആയിട്ട് ചെറിയൊരു ഫീസ് വരും. അത് ഏകദേശം ഒരു 200-300 രൂപക്കുള്ളിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു പൈസ ഞാൻ ഈ ഒരു സ്കൂളിൽ അടക്കും. അപ്പോൾ ആ ഒരു സ്കൂളിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സീറ്റ് അവിടെ കൺഫേം ആയി. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു യൂണിഫോം വാങ്ങിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് എങ്കിൽ നിങ്ങൾ യൂണിഫോം വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല. കാരണം ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറുന്നത്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെയിം സ്കൂളിൽ തന്നെ, അതായത് ഇപ്പോൾ എന്നൊരു സ്കൂളിൽ എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസ് കിട്ടിയെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബി എന്ന സ്കൂളിലേക്കാണ് ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അതായത് മറ്റൊരു സ്കൂളിലേക്കാണ്. ഞാൻ ഓൾറെഡി ആദ്യത്തെ എ എന്ന സ്കൂളിൽ നിന്നും യൂണിഫോമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതായത് അടച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് എനിക്ക് ബി എന്ന സ്കൂളിലേക്ക് ഏതെങ്കിലും, അതായത് ബി എന്ന സ്കൂളിലേക്ക് എനിക്ക് ബയോളജി സയൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് എൻ്റെ ഇവിടുത്തെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. കാരണം ട്രാൻസ്ഫർ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടിയതുകൊണ്ട് അവിടുത്തെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ പിന്നീട് എനിക്ക് പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണോ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഞാൻ ആ ഒരു സ്കൂളിലേക്ക് ഞാൻ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്നും എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു തരും. അതുപോലെ PTA ഫണ്ട് തിരിച്ചു തരും. അതുപോലെ PTA ഡൊണേഷൻ ഫീസ് തിരിച്ചു തരും. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അഡ്മിഷൻ ഫീസ് തിരിച്ചു തരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ആ ഒരു അഡ്മിഷൻ ഫീസിൻ്റെ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അതായത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ ഒരു റെസിപ്റ്റ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ എടുത്തിട്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു സ്കൂളിൽ നിന്ന് തിരിച്ച് തന്നിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, അതായത് ആദ്യത്തെ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ PTA ഫണ്ടും PTA ഡൊണേഷനും തിരിച്ചു തന്നിട്ടുണ്ടാകും. അപ്പോൾ അതുകൂടി എടുത്തിട്ട് നിങ്ങൾ ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ കൊടുക്കുക. അതുപോലെ തന്നെ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു 300 രൂപയോളം എക്സ്ട്രാ ആയിട്ട്, അതായത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്ന് ബയോളജി സയൻസിലേക്ക് മാറുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ 300 വരുള്ളൂ. നിങ്ങളിപ്പോൾ കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 200 രൂപക്കുള്ളിൽ മാത്രമാണ് ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് അടച്ചു, അല്ലെങ്കിൽ PTA ഫണ്ട് അടച്ചു, അല്ലെങ്കിൽ PTA ഡൊണേഷൻ നൽകി എന്നുള്ളത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ട് ആ ഒരു ഫീസും കാര്യങ്ങളും നഷ്ടപ്പെടും എന്ന് ആലോചിച്ച് പേടിക്കേണ്ടതില്ല. കാരണം അതൊന്നും നഷ്ടപ്പെടുന്നതല്ല. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യൂണിഫോം വാങ്ങിച്ചാലാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾ യൂണിഫോം വാങ്ങിക്കുകയും ചെയ്തു, മറ്റൊരു സ്കൂളിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ യൂണിഫോം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. യൂണിഫോം അടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് വരുന്ന, അതായത് സ്കൂളിൽ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി. ആരെങ്കിലും, അതായത് സ്കൂളിൽ അവിടെ തന്നെ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഈ ഒരു യൂണിഫോം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു തുണി അവർക്ക് കൊടുത്താൽ മതി. കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ, അതായത് ജസ്റ്റ് ആ ഒരു യൂണിഫോം അവർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ എത്ര രൂപയാണോ യൂണിഫോമിൻ്റെ പൈസ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ഒരു രീതിയിൽ അത് നിങ്ങൾ വാങ്ങിക്കാമോ എന്ന് നിങ്ങൾ യൂണിഫോം വാങ്ങിക്കാത്ത വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് നിങ്ങളോട് അവർ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു യൂണിഫോമിൻ്റെ ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിഫോമിൻ്റെ പൈസയും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് മാറ്റം കിട്ടുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്കൂളിൽ യൂണിഫോമിൻ്റെ തുണി വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് തയ്ച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ യൂണിഫോം വാങ്ങിക്കാത്തതുണ്ടാകും. അപ്പോൾ അവർക്ക് ആ ഒരു യൂണിഫോം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതായത് ട്രാൻസ്ഫർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു യൂണിഫോം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിങ്ങളോട് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പൈസയും നിങ്ങൾക്ക് ആ ഒരു ഇത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും, ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സ്, അല്ലെങ്കിൽ എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ ബി എന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ വെച്ചു. എന്നാൽ ട്രാൻസ്ഫർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടച്ച പൈസയും പോകുന്നതല്ല, അതുപോലെ തന്നെ പൈസ അല്ലെങ്കിലും പോവില്ല, അതുപോലെ തന്നെ യൂണിഫോം വാങ്ങിച്ചു എന്ന് വിചാരിച്ച് ആ യൂണിഫോമിൻ്റെ പൈസയും നഷ്ടപ്പെടുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ എന്നിങ്ങനെ 2 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ചില വർഷങ്ങളിൽ 3 ട്രാൻസ്ഫർ നടത്താറുണ്ട്. അത് ഓരോ വർഷത്തെയും സാഹചര്യമൊക്കെ അനുസരിച്ചുകൊണ്ടാണ് 3 ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു സ്കൂളിലേക്കാണ് മാറാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.